നമസ്കാരം. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന ഹിയറിംഗിലൂടെ 21,130 പേർ ഇന്നുവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ഇതിൽ 2,804 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരും 1,039 പേർ വിദേശ പൗരത്വം സ്വീകരിച്ചവരും 17,287 പേർ താമസം മാറിയവരുമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ വിശദമാക്കി. മതിയായ കാരണങ്ങളാൽ കൃത്യമായ പരിശോധനയിലൂടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ കണക്കാണിതെന്നും ഹിയറിംഗ് തുടരുന്നതിനാൽ ഈ കണക്കിൽ വ്യത്യാസം വരുമെന്നും ഹിയറിംഗ് വേളയിൽ അനർഹരായി കണ്ടെത്തുന്നവർ ഇനിയും ലിസ്റ്റിൽ നിന്ന് പുറത്താവുമെന്നും അദ്ദേഹം അറിയിച്ചു. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. ദേശീയപാത നിർമ്മാണത്തിനിടെ 2 തൂണുകൾ താഴ്ന്ന മൂത്തകുന്നം VP തുരുത്ത് പാലത്തിൽ ഭാഗികമായ പൊളിച്ചുപണി വേണ്ടി വന്നേക്കും. ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ P പ്രദീപിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. എറിയാട് മോട്ടോർ ബൈക്ക് ബസ്സിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂരിലെ കറവ തൊഴിലാളിയായ തമിഴ്നാട് തേനി സ്വദേശി രാജുവാണ് മരിച്ചത്. മാള പഴൂക്കരയിൽ റോഡ് ടാറിംഗ് ചെയ്ത് 1 മാസം തികഞ്ഞപ്പോഴേക്കും ടാർ പൊളിഞ്ഞു. കഴിഞ്ഞ ദിവസം റോഡിലൂടെ എത്തിയ വാഹനം പിന്നോട്ടെടുത്തതോടെയാണ് റോഡിന്റെ ദുർബലാവസ്ഥ പുറത്തറിഞ്ഞത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ദേശീയപാത നിർമ്മാണത്തിനിടെ 2 തൂണുകൾ താഴ്ന്ന മൂത്തകുന്നം VP തുരുത്ത് പാലത്തിൽ ഭാഗികമായ പൊളിച്ചുപണി വേണ്ടി വന്നേക്കും. ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ P പ്രദീപിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. തൂണുകൾ ഉയർത്തണമെങ്കിൽ പാലത്തിൽ ഭാഗികമായ പൊളിച്ചുപണി നടത്തേണ്ടി വരുമെന്നാണ് സംഘം അഭിപ്രായപ്പെട്ടത്. മൂത്തകുന്നം VP തുരുത്ത് പാലത്തിന്റെ 7ാം പില്ലറിനെ താങ്ങി നിർത്തുന്ന 2 തൂണുകളാണ് താഴേക്ക് ഇരുന്നു പോയത്. തൂണുകൾ താഴ്ന്ന ഭാഗത്തും പാലത്തിന്റെ മുകളിലും പരിശോധിച്ചു. തൂണുകൾ താഴ്ന്നതല്ലാതെ ഘടനാപരമായ മറ്റു പ്രശ്നങ്ങളൊന്നും പാലത്തിൽ കണ്ടെത്തിയിട്ടില്ല. ഈ ഭാഗത്ത് പാലത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭാരമുള്ള സ്റ്റീൽ ഗർഡറുകളും മറ്റും നീക്കിയാൽ മാത്രമേ തൂണുകൾ ഉയർത്താനാകൂ. എന്നാൽ എന്തു പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. താഴാനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താനും സ്വീകരിക്കേണ്ട തുടർ നടപടികൾ തീരുമാനിക്കാനും വിദഗ്ധരായ കൂടുതൽ പേരുടെ സംഘം ഇനിയും പരിശോധന നടത്തുമെന്ന് പ്രോജക്ട് ഡയറക്ടർ പറഞ്ഞു. തൂണുകൾ എവിടെ വരെ താഴ്ന്നിട്ടുണ്ടെന്നും ഏതെങ്കിലും പാറയിൽ തങ്ങി നിൽക്കുകയാണോ എന്നും പരിശോധിക്കും. ഏകദേശം 500 മില്ലിമീറ്റർ വരെ തൂണുകൾ താഴ്ന്നതായി ദേശീയപാത അതോറിറ്റി സ്ഥിരീകരിച്ചിരുന്നു. പരിശോധനയും തുടർ പ്രവൃത്തികളും കരാർ കമ്പനിയുടെ ചെലവിലും ഉത്തരവാദിത്തത്തിലുമാണ് നടത്തുക. ഡൽഹി കേന്ദ്രമായ കമ്പനിയാണ് ഇടപ്പള്ളി മൂത്തകുന്നം റീച്ചിൽ നിർമ്മാണം നടത്തുന്നത്. പൈലിംഗിൽ വന്ന അപാകതയാണ് താഴ്ചയുടെ കാരണമെന്നാണ് കരാർ കമ്പനി അധികൃതർ പറയുന്നത്. ആലുവയിലെ ഒരു സ്ഥാപനമാണ് ഉപകരാറെടുത്ത് പൈലിംഗ് നടത്തിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. എറിയാട് മോട്ടോർ ബൈക്ക് ബസ്സിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂരിലെ കറവ തൊഴിലാളിയായ തമിഴ്നാട് തേനി സ്വദേശി രാജുവാണ് മരിച്ചത്. എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂരിൽ നിന്നും യാത്രക്കാരുമായി അഴീക്കോട്ടേക്ക് പോവുകയായിരുന്ന റിസ്വാൻ എന്ന ബസ്സിൽ എതിരെ വന്ന മോട്ടോർ ബൈക്ക് ഇടിക്കുകയായിരുന്നു. മറ്റൊരു സ്കൂട്ടറിൽ തട്ടിയതിനെ തുടർന്നാണ് നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിൽ ചെന്നിടിച്ചത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ എറിയാട് സ്വദേശി മനാഫിന് പരിക്കേറ്റു. ഇയാളെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള പഴൂക്കരയിൽ റോഡ് ടാറിംഗ് ചെയ്ത് 1 മാസം തികഞ്ഞപ്പോഴേക്കും ടാർ പൊളിഞ്ഞു. കഴിഞ്ഞ ദിവസം റോഡിലൂടെ എത്തിയ വാഹനം പിന്നോട്ടെടുത്തതോടെയാണ് റോഡിന്റെ ദുർബലാവസ്ഥ പുറത്തറിഞ്ഞത്. വാഹനത്തിന്റെ ചക്രം തിരിഞ്ഞ സമയത്ത് ടാർ പാളികൾ ഇളകിമറിഞ്ഞതായി നാട്ടുകാർ പറയുന്നു. ഇതോടെയാണ് റോഡ് നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ച് ജനങ്ങൾ ആശങ്കയിലായത്. മാള പഴൂക്കരയിൽ റോഡ് ടാറിംഗ് ചെയ്ത് 1 മാസം തികഞ്ഞപ്പോഴേക്കും ടാർ പൊളിഞ്ഞു. കോൺട്രാക്ടർ സ്ഥലത്തെത്തി ചില ഭാഗങ്ങളിൽ പാച്ച് വർക്ക് നടത്തിയെങ്കിലും പ്രശ്നത്തിന് അടിസ്ഥാനപരമായ പരിഹാരമല്ലെന്ന വിമർശനമാണ് ഉയരുന്നത്. റോഡിന്റെ അരികുവശങ്ങൾ മുഴുവനും അടർന്നു വരുന്ന നിലയിലാണ്. അതിന് മുകളിലെ ടാർ പാളി കൈകൊണ്ട് തൊട്ടാൽ പോലും ഇളകി വരുന്ന തരത്തിലാണ് ടാറിംഗ് നടത്തിയിരിക്കുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ കഴിഞ്ഞ 1 മാസം മുമ്പ് ഈ റോഡ് ടാർ ചെയ്ത് പോയതാണ്. കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മാർച്ചിന് മുമ്പ് ടാർ ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ ടാർ ചെയ്ത് പോയതാണ്. പോയി കറക്റ്റ് 1 മാസത്തിനുള്ളിൽ ഇന്നലെ ഒരു വണ്ടി ഇതിൽ പോയി. ആ വണ്ടി ഒന്ന് റിവേഴ്സിൽ തിരിച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 സൈഡിലും ടാറായിട്ട് ഇളകി പോയി. അപ്പോൾ നമ്മൾ കോൺട്രാക്ടറെ വിളിച്ച് ചോദിച്ചു. കോൺട്രാക്ടർ പറഞ്ഞു 6 മാസമെങ്കിലും മിനിമം വേണം ഒരു ടാർ ചെയ്ത് കഴിഞ്ഞ് ഉറക്കാൻ വേണ്ടിയിട്ടൊന്നും. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ചെറിയ ഒന്നേത്. അത് ഞാൻ എന്നെ വിളിച്ച് ചോദിച്ചു. എയോട് ചോദിച്ചു, ഇങ്ങനെ കോൺട്രാക്ടർ ഇങ്ങനെയുള്ള റോഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ വണ്ടി പോയത് 6 മാസമെങ്കിലും റോഡ് കിടക്കാമെന്നാണ് പറയണതെന്ന്. അപ്പോൾ എയും ചിരിച്ചു. അല്ലാണ്ട് പിന്നെ വേറെ എന്നിട്ട് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നലെ ഈ സാധനം വാരി മാറ്റായിരുന്നു. ഇന്നലെ വാരി മാറ്റിയത് പരാതി കൊടുത്തു കഴിഞ്ഞ ശേഷം ഇപ്പോൾ 2 സൈഡിൽ വന്ന് പേച്ച് ചെയ്ത് പോയിട്ടുണ്ട്.
ഇത്ര വേഗത്തിൽ റോഡ് തകർന്നത് നിർമ്മാണത്തിലെ ഗുണനിലവാരക്കുറവിനെയും മേൽനോട്ടത്തിലെ വീഴ്ചകളെയും സൂചിപ്പിക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് മോടൻകുന്ന് കോളനിക്കുള്ള റോഡാണ്. ഇത് ഒരു മാസം ടാർ ചെയ്തിട്ടുള്ളൂ. ഒരു മാസത്തിന് ശേഷം വീണ്ടും അത് ഒരു വണ്ടി പോയി പൊളിഞ്ഞു. സൈഡൊക്കെ അടർത്തിയെടുക്കാവുന്ന ഇതിലാണ് ടാർ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ വീണ്ടും റീടാറിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി വരും കാലത്തിൽ അറിയാൻ പറ്റും. ചെറിയ മഴ പെയ്താൽ പോലും റോഡ് പൂർണ്ണമായി ഒലിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നും അവർ ആരോപിച്ചു. മാള പഞ്ചായത്തിൽ റോഡ് നിർമ്മാണങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും റോഡ് നിർമ്മാണത്തിലെ ഗുണനിലവാരക്കുറവും കരാറുകാരുടെ പ്രവർത്തന രീതിയും സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, മാള. മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് നാഷണൽ സർവീസ് സ്കീമും തൃശൂർ IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും രക്തം ദാനം ചെയ്തു. പ്രിൻസിപ്പൽ പ്രൊഫസർ അംബികാദേവി അമ്മ, IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SM ബാലഗോപാൽ, NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ KN രമേശ് എന്നിവർ സംസാരിച്ചു. രുദ്രസേന കോർഡിനേറ്റർമാരായ അഭിജിത്ത് S മേനോൻ, ആഷ്ന K ജയമോൻ, വോളണ്ടിയർ സെക്രട്ടറിമാരായ അഭിജിത്ത് MA, റഫോൾസ് മരിയ പോൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കൊടകര സഹൃദയ കോളേജ് ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മനഃശാസ്ത്രവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കുതിരവട്ടം ഗവൺമെന്റ് മെന്റൽ സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ PK റഹീമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. AI cameras, AI analogs. By using this large human network system, we can make an in-depth analysis of human behavior. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി വിഭാഗം അധ്യക്ഷ ഡോക്ടർ സന്ധ്യ അരവിന്ദ്, ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് സൈക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ N ചന്ദ്രകുമാർ, VIT അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടോണി P ജോസ് എന്നിവർ വിവിധ സെക്ഷനുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് PG വിദ്യാർത്ഥികളുടെയും ഗവേഷണ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രബന്ധ അവതരണങ്ങൾ ഉണ്ടായി. മേത്തല JD സഭ ബാലാനുബോധിനി UP വിദ്യാലയത്തിന്റെ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ആർട്ടിസ്റ്റ് ഗ്രീഷ്മ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കലാ കായിക ശാസ്ത്രമേളകളിലും ക്ലാസ് പ്രവർത്തനങ്ങളിലും അബാക്കസിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാര സമർപ്പണം നടത്തി. JD സഭ പ്രസിഡന്റ് NK ജയരാജ്, സ്കൂൾ മാനേജർ PK അശോക് കുമാർ, പ്രധാനാധ്യാപിക സിനിജ, PTA പ്രസിഡന്റ് KS കണ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത നിർമ്മാണത്തിനിടെ 2 തൂണുകൾ താഴ്ന്ന മൂത്തകുന്നം VP തുരുത്ത് പാലത്തിൽ ഭാഗികമായ പൊളിച്ചുപണി വേണ്ടി വന്നേക്കും. ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ P പ്രദീപിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. എറിയാട് മോട്ടോർ ബൈക്ക് ബസ്സിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂരിലെ കറവ തൊഴിലാളിയായ തമിഴ്നാട് തേനി സ്വദേശി രാജുവാണ് മരിച്ചത്. മാള പഴൂക്കരയിൽ റോഡ് ടാറിംഗ് ചെയ്ത് 1 മാസം തികഞ്ഞപ്പോഴേക്കും ടാർ പൊളിഞ്ഞു. കഴിഞ്ഞ ദിവസം റോഡിലൂടെ എത്തിയ വാഹനം പിന്നോട്ടെടുത്തതോടെയാണ് റോഡിന്റെ ദുർബലാവസ്ഥ പുറത്തറിഞ്ഞത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.